സാഹസികതയുടെ കിങ് ആയ പുതിയങ്ങാടി സ്വദേശി റഫീഖ് എൻഡിയിൽ നടത്തിയ 20 കിലോമീറ്റർ കടൽ കയാക്കിംഗ് യാത്രയെക്കുറിച്ചാണ് ഇന്ന് ജാലകത്തിൽ. ശാരീരികവും മാനസികവുമായ അവശതകളുമായി വിധിയെ ശപിച്ച് ഇരുളറയിൽ കഴിയേണ്ടവരല്ല ഭിന്നശേഷിക്കാർ എന്ന സന്ദേശം ഉയർത്തിയാണ് മാടായി താര വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സഹായത്തോടെ പഴയങ്ങാടി സുൽത്താൻ തോട് മുതൽ പയ്യാമ്പലം കടൽത്തീരം വരെ റഫീഖ് എൻഡിയിൽ കയാക്കിംഗ് നടത്തിയത്. റഫീഖ് എൻഡിയിൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ ഒരു കുഞ്ഞനുജനാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ സാഹസികത കൊണ്ട് നാട്ടുകാരെ അമ്പരപ്പിക്കുന്നൊരു സഹോദരനാണ് അവൻ. യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത ചലച്ചിത്ര നാടക പ്രവർത്തകൻ പ്രകാശ് വാടിക്കൽ. കുഞ്ഞുനാളിൽ തന്നെ ഈ സൈക്കിൾ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ സ്പീഡിൽ പോവുകയും ബാലൻസ് കൈ പിടിക്കാതെ സൈക്കിൾ ഔട്ടുകയും. അപ്പോൾ അവൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഭിന്നശേഷി ആയതുകൊണ്ട് തന്നെ കാലിന് ചെറിയൊരു വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇവൻ സ്പീഡിൽ ഇതിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചില കാരണവന്മാരൊക്കെ വെറുതെ ഇങ്ങനെ പറയും, കാലിനും കൂടി ഈ ശേഷിയുണ്ടെങ്കിൽ ഇവൻ ഇവിടെ പിടിച്ചു വയ്ക്കില്ലോ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഒരു തലമുറയുടെ ഒരു വിവരക്കേടുണ്ടല്ലോ. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ കാണുന്നത് റഫീഖ് അവൻ്റെ നിലയിൽ ഒരു ചരിത്രം ഉണ്ടാക്കുകയായിരുന്നു. ആദ്യത്തെ ചരിത്രം തുടങ്ങുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയുള്ള അവൻ്റെ ഒരു സമരമാണ്. സ്വാഭാവികമായി നമ്മുടെ ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. പക്ഷെ അതൊക്കെ മറികടന്ന് പിന്നെ അത് തെളിയിച്ച് ആ ശേഷി തെളിയിക്കുകയും പിന്നെ ഒരു സ്പെഷ്യൽ രീതിയിൽ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വരെയുള്ള ഒരു സമരം തന്നെയായിരുന്നു അത്. പക്ഷെ അതൊരു തുടക്കമായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ സാധാരണ സമരമായിരുന്നില്ല അത്. പിൽക്കാലത്തെ റഫീഖിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കുട്ടികളെ അടക്കം സാഹസയാത്രയിലും കയാക്കിങ്ങിലും നീന്തലിലും ഒക്കെ പരിശീലിപ്പിക്കുകയും വ്യത്യസ്തമായ സാഹസിക സഞ്ചാരങ്ങളിലും സാഹസിക അഭ്യാസങ്ങളിലൊക്കെ തന്നെ പങ്കെടുപ്പിക്കുകയും പിന്നെ സ്വന്തം നിലക്കും പല രീതിയിലുള്ള ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന് മാതൃകയാകുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ലോക ഭിന്നശേഷി ദിനത്തിൽ റഫീഖ് നമുക്കതുകൊണ്ട് തന്നെ ഒരു ചരിത്രമാവുകയാണ്. റഫീഖിൻ്റെ ജീവിതം തന്നെയാണ് അവൻ്റെ സന്ദേശം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗാന്ധിജിയൊക്കെ പറയുമ്പോൾ പരിപാടിക്ക് ആശീർവാദത്തോടെ നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് കലാ സാംസ്കാരിക വേദി വായനശാല ഗ്രന്ഥാലയം ഞങ്ങളുടെ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഒരു വായനശാല ഗ്രന്ഥാലയമാണ്. റഫീഖിൻ്റെ മകൾ സ്വാലിഹ മുഹമ്മദ് മുമ്പ് ശുചീകരണത്തിന് സന്ദേശവുമായി സുൽത്താൻ തൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീന്തൽ നടത്തി ഒരു പ്രയത്നം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നെ ഇതിന് ഞങ്ങളെല്ലാ വിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസൽ എയർ ക്രൂവിനെയും ഉള്ള നമ്മുടെ ഒരു നന്ദിയും. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. റഫീഖിനോടൊപ്പം സഞ്ചരിക്കുന്ന കയാക്കി പിന്നെ സുഹൃത്തുക്കളും ഉണ്ട്, കൂടെ വരുന്നവരുണ്ട്. റഫീഖിന്റെ സാഹസികതകൾക്ക് കരുത്തേകുന്ന നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസൺ ഏഴിമല. റഫീഖ് എൻഡിയലിനെ സംബന്ധിച്ച് ഈ സാഹസികത എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുമ്പോൾ അതിനെ സാഹസികത എന്ന് പറയുന്നെങ്കിലും അത് പുഷ്പം പോലെ എന്നൊക്കെ പറയുന്നോണമാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത്. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുത്തതുമാണ്. കയാക്കിംഗ് മാത്രമല്ല, ശാരീരിക പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് ഏത് ലെവലിലും ഉയർന്നു വരാൻ പറ്റുമെന്നുള്ള ഒരു മാതൃകയാണ് റഫീഖ് എന്നുള്ളത്. സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ക്യാമ്പയിനാണല്ലോ ചെയ്യുന്നത്. എന്റെ സുരക്ഷിതത്വം കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് റഫീഖ് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട്. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച 40 കിലോമീറ്റർ നീന്തലിൽ 2 മക്കളും പങ്കെടുത്തു. അന്ന് കായലും പുഴയും കടലും എല്ലാം ഇവിടുത്തെ പരിപാടിയാണ്. സുരക്ഷ ഒരുക്കിക്കൊണ്ട് റഫീഖ് ബായി കടലിലും കായലിലും പുഴയിലും എല്ലാം നമുക്ക് ഈ കയാക്കുമായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ വെല്ലുവിളികൾക്കും അവഗണനകൾക്കും തന്റെ ജീവിതത്തിലൂടെ മറുപടി നൽകിയ റഫീഖ് എൻഡിയിൽ. എന്റെ കാല് 50% ശാരീരിക പരിമിതി ഉണ്ടെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ
സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഈ ശാരീരിക പരിമിതി മറികടക്കാൻ വേണ്ടി ഞാൻ ചില സാഹസിക വിനോദങ്ങളാണ് ചെയ്യുക. സൈക്കിൾ സാധാരണക്കാർ ഓടിക്കും പോലെ അല്ല ഓടിക്കുക, അത് കുറച്ച് ആളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് ഓടിക്കുക. ഫ്രണ്ട് വീല് പൊക്കിയിട്ടും പിന്നെ അങ്ങനെയുള്ള മതിലിന്റെ മുകളിലോട്ട് അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് പോവാം. സ്കൂള് PTC എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഞാൻ ആദ്യം കാർ ഓടിച്ച് കാണിച്ചു കൊടുത്തു. കാർ ടെസ്റ്റ് പാസ്സായതിനു ശേഷം പിന്നെ എന്നോട് ബൈക്ക് എടുത്തിട്ട് കാറിന് മുമ്പിൽ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബൈക്കിലേക്ക് നടന്നു പോകുമ്പോഴാണ് ബൈക്കിൽ ഇൻസ്പെക്ടർ എന്റെ കാല് കാണുന്നത്. അപ്പൊ അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് ഓൺ അടിച്ച് തിരിച്ചു വിളിച്ചിട്ട് എന്നോട് എനിക്ക് ആരും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നത്, ആരും ലേണിംഗ് ലൈസൻസ് തന്നത് തരാൻ പറ്റൂല, മെഡിക്കൽ ബോർഡിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ എനിക്ക് ലൈസൻസ് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചയച്ചു. അവരെന്നോട് നിന്ന് ഓടിച്ച് കാണിച്ചെന്ന് പറഞ്ഞു. എന്റെ ബൈക്ക് ഫ്രണ്ട് വീല് പൊക്കി അവിടുന്ന് ഒറ്റക്കാലിൽ ഇങ്ങനെ ഒരുപാട് തവണ വട്ടം കറക്കി പൊടി വർത്തി. അപ്പൊ ഇവരിങ്ങനെ മൂക്കിന്റെ തുമ്പത്ത് വിരൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, സുഹൃത്തെ ക്ഷമിക്കണം, ഒരു ചെറിയ നേരിയ നിയമ തടസ്സമാണ്, നിങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ലൈസൻസ് തരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മാറി മാറി പോകുന്ന ഡോക്ടർമാരും എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ തയ്യാറായില്ല. അവർ പറഞ്ഞത് നിങ്ങൾക്ക് 50% ശാരീരിക പരിമിതി ഉണ്ട്, പിന്നെ അത്രയും ശാരീരിക പരിമിതിയിലേക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നിയമമില്ല, ഒരു 6 വയസ്സുള്ള കുഞ്ഞ് വണ്ടി ഓടിച്ചാൽ അതിന് അംഗീകരിക്കാൻ പറ്റില്ല, അതിന് പ്രേരിപ്പിച്ചവരെ അവനെ അറസ്റ്റ് ചെയ്യാനേ പറ്റും, ലൈസൻസ് കൊടുക്കൂല. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടറോട്. പിന്നെ മറ്റൊരു ദിവസം എന്റെ വീഡിയോ കവറേജിൽ നടത്തി വണ്ടി ഓടിക്കുന്നത് കാണിച്ചു കൊടുത്ത് നോക്കാൻ പോലും തയ്യാറില്ല. കാരണം ഞാൻ ലീഗലി ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു, വക്കീല് മുഖാന്തരം കാര്യങ്ങളൊക്കെ ചെയ്തു, എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ അടങ്ങിയിരുന്നില്ല. ഞാൻ ഓട്ടോമൊബൈൽ കോഴ്സ് എടുത്തിട്ട് പഠിച്ചു. കണ്ണൂർ ഇൻഡസ്ട്രിയൽ മാരുതിന്റെ ഷോറൂമിൽ ഒരു വർഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാത്ത ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളെ വണ്ടി ഞാൻ അവിടെ നിന്ന് റിപ്പയർ ചെയ്തു. അയാൾ എന്നെ കണ്ട് ഞെട്ടി. ഗൾഫിൽ ഒരു 10 വർഷം കാർ മെക്കാനിക്കായി ജോലി ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ സാഹസിക മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ റോക്ക് ക്ലൈംബിങ്, പിന്നെ ബൈക്ക് സ്റ്റണ്ട്, മൗണ്ടൈൻ ബൈക്ക്, ഇതൊക്കെ ചെയ്തു. താല്പര്യം കണ്ടിട്ടാണ് സ്പെഷ്യൽ ഓഫീസർ എന്നെ പൂനെയിലേക്ക് പാരാസൈലിംഗ് പഠിക്കാൻ അയക്കുന്നത്. ജീപ്പ് ഓടിക്കുന്നതനുസരിച്ചിട്ട് ആകാശത്തിലേക്ക് പറക്കുന്നതാണ് പാരാസൈലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൺട്രോളർ എന്ന് പറഞ്ഞാൽ പ്രത്യേക മറ്റ് ഡ്രൈവിംഗ് ചെയ്യാനുള്ള കാലാവസ്ഥന്റെയും കാറ്റിന്റെയും ഗതി നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പൊ ആ കൺട്രോളർ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തു. അതുപോലെ പാരാഗ്ലൈഡിംഗ് സ്റ്റുഡൻസ് പൈലറ്റ് എടുത്തു. അതിലെടുത്തതിന് ശേഷം എന്നെ കുറിച്ച് പത്രത്തിൽ വാർത്തയൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് വിളി വന്നിട്ട് ഞാൻ കണ്ണൂർ ജില്ലാ മൗണ്ടനറിംഗ് അസോസിയേഷന്റെ ജില്ലാ ചാപ്റ്റർ തുടങ്ങുന്നത്. കാഞ്ഞിരക്കൊല്ലിയിൽ അവിടെ ഒരു റോക്കിൽ ട്രെയിനിങ് വെച്ചു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്ത കുട്ടികളൊന്നും പിന്നീട് അവസാനം പങ്കെടുക്കേണ്ട സമയമാകുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ല, നിങ്ങൾ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ കാര്യം പറയണം, ഇത് അപകട സാധ്യത ഉള്ളതല്ല, എന്നാൽ എന്നെ വീട്ടിൽ നിന്ന് വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഞാൻ വിളിച്ചു. അപ്പോൾ അവരാദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു കുട്ടിയായിട്ട് നിങ്ങളെ കുട്ടീനെ പഠിപ്പിക്കുക, നമ്മളെ കുട്ടീനെ തന്നേക്ക് വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നീട് എനിക്കൊരു മോളെ അതിന് ശേഷം ആ മോളെ ഞാൻ ഇന്ന് സാഹസികതയിലൂടെ വേൾഡ് ലെവലിൽ എത്തിച്ചു. അത് മോളെ മാത്രമല്ല, രണ്ടുപേരും ഇങ്ങനെ അതിന്റെ പുറകെ തന്നെ ഉണ്ട്. ഒരു ഇൻഷാല്ലാ നല്ല വിധത്തിൽ പോകും. ഞാൻ അതിനു മുമ്പേ ഞാൻ 2008 തന്നെ സാഹസിക മേഖലയിൽ ഒരു ടൂറിസം സംരംഭം തുടങ്ങിയിരുന്നു. മലബാർ അഡ്വഞ്ചർ എന്നാണ് എന്റെ പേര്. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഒരു 10ഓളം കയാക്കിംഗ് വാങ്ങി വെച്ചിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് സാഹസിക ടൂറിസം തന്നെ വളരെ ചുരുക്കമാണ്. പലരും കയാക്കിംഗ് ടൂറിസം കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം അവിടെ ആരോ കയാക്കിങ്ങിൽ മുങ്ങി മരിച്ചു. പിന്നെ വേറൊരു ടെന്റ് ക്യാമ്പിൽ ആന ആരോ ചവിട്ടിക്കൊന്നു. അപ്പം ഈ മേഖലയിൽ നിയമം കർശനാക്കി. അപ്പം കയാക്കിംഗ് നടത്തുന്നവർക്ക് ലൈസൻസ് വേണമെന്നായി. അപ്പം ഞാൻ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഒരു കേരളത്തിന് പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ എന്റെ കാലും പാരസൈലിംഗും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചു. ഞാൻ ഭിന്നശേഷിക്കാരനെന്നും അപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നു. അവർ പറഞ്ഞു പറ്റൂല, ശാരീരിക പരിമിതിയിലേക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അവർ അംഗീകരിച്ചില്ല. അപ്പം എന്റെ 10ഓളം കയാക്കിംഗ് ഇപ്പോഴും കട്ടപ്പുറത്താണ്. അപ്പം ഇതാണ് പ്രശ്നം. നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് പരിശീലിപ്പിക്കാനൊന്നും അതിന് ഭിന്നശേഷിയൊന്നും കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം ഒരുപാട്. ഇപ്പം അസീം വെളിമണ്ണ എന്ന് പറയുന്ന ആ കുട്ടി അറിയില്ലേ, ആ കുട്ടി സ്വിമ്മിങ്ങിന്, ആ കുട്ടിക്ക് ഇപ്പം നീന്തണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? കുട്ടിക്ക് നീന്താൻ പറ്റില്ല. ഇപ്പം സുനിത ചിത്രം വരക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ചിത്രം വരക്കാൻ കഴിയില്ല. അപ്പൊ വേണ്ടാത്ത ചില കാര്യങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്നതാണ്. അപ്പം അതിനുള്ള ഒരു ബോധവൽക്കരണം കൂടി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഈ കയാക്കിംഗ് യാത്ര ചെയ്തത്. അത് മാത്രമല്ല സാഹസികതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി എന്റെ ഈ കയാക്കിംഗ് യാത്രയിൽ ഉണ്ടായിരുന്നു. ഓരോ സാഹസികത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുള്ള മറുപടി തന്നെയാണ്. സ്ത്രീ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ മകളെ 4ാമത്തെ വയസ്സിലെ നീന്തൽ പഠിപ്പിച്ചു. ഞാൻ പിന്നെ കാത്തു നിന്നില്ല. 5ാമത്തെ വയസ്സിൽ കയാക്കിംഗ് പഠിപ്പിച്ചു. അങ്ങനെ അവളിപ്പം ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിൽ 4th പ്ലേസിലെത്തി. അതുമല്ല കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ, ദേശീയ തലത്തിൽ മത്സരിക്കാനുള്ള ടീം അംഗമാണ്. അപ്പം മകളിപ്പം സൈബർ ഫോറൻസിക്കിന് എറണാകുളത്ത് പഠിക്കാന്ന്. പിന്നെ മക്കൾ 2 പേര് സെമിയാസ് സ്വഭാവം, 2 പേരും കയാക്കിങ്ങിലൊക്കെ സജീവമായിട്ടുണ്ട്. കാറ്റിലൂടെയും ഉയർന്നു വന്ന തിരമാലകളിലൂടെയും ചതിക്കുഴിയൊരുക്കുന്ന ചുഴികളിലൂടെയും മനസ്സും ശരീരവും പതറാതെയുള്ള യാത്രയെക്കുറിച്ച് റഫീഖ്. ഇന്നത്തെ കടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കാലത്ത് നമ്മൾ 11:30 മണിക്കാണ് ചരിത്രപ്രസിദ്ധമായ സുൽത്താൻ തോടിനെ വിട്ട്. സുൽത്താൻ തോട് കഴിഞ്ഞിട്ട് പഴയങ്ങാടി പുഴയിൽ കയറി. അവിടുന്ന് ഒരു 12 കിലോമീറ്റർ കടലിലേക്ക് വിട്ടു. ഇപ്പൊ മാട്ടൂരിനെയും മടക്കരനെയും കണക്ട് ചെയ്യുന്ന പാലമുണ്ട്. പാലത്തിന്റെ അടിയിൽ ഭയങ്കര ഒഴുക്കായിരുന്നു. ആ ഒഴുക്കിൽ
എന്റെ ബോട്ട് മറിഞ്ഞപ്പം അവിടെ ചുഴിയാണ്. എനിക്കത് കാരണം മറിഞ്ഞിട്ട് തന്നെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ വട്ടം കറക്കായിരുന്നു തന്നെ. പിടിച്ച് കയറിയിട്ട് പിന്നെ കടലിൽ കയറിയതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു, തുഴഞ്ഞിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്റെ കൂടെ കുറച്ച് കയക്കേഴ്സ് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകൻ കമാൽ റഫീഖ് അടക്കമുള്ള പാരാഗ്ലൈഡിംഗ് പൈലറ്റാണ് ദിൽരാജ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മനോജ് സാറ്, കയാക്കിംഗ് ചാമ്പ്യൻ ഉണ്ടായിരുന്നു മറ്റേ രജീഷ് കുളങ്കര, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അതുപോലെ ബോട്ടിലും കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ എസ്കോർട്ടായിട്ട്. അവരൊക്കെ നന്നായിട്ട് നമ്മളോട് സഹകരിച്ചു. അങ്ങനെ കടലിൽ കയറിയ ശേഷം ഭയങ്കര കാറ്റ് നമുക്ക് ഓപ്പോസിറ്റായി. എന്നാലും തുഴഞ്ഞിട്ട് നമ്മൾ ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സമയത്ത് തന്നെ എത്തി. വിശിഷ്ടാതിഥിയായ മൗത്ത് ആർട്ടിസ്റ്റ് സുനിത തൃപ്പനിക്കര നിമിഷനേരം കൊണ്ട് മൗത്ത് പെയിന്റിംഗിലൂടെ റഫീഖിനെ വരച്ചുകാട്ടിയപ്പോൾ ഏവർക്കും അത് അത്ഭുതത്തിന്റെ നിമിഷങ്ങളായി. ദൃഢനിശ്ചയത്തിന്റെ മനോധൈര്യത്തിന്റെ ഒക്കെയുള്ള ഈ ഒരു മുന്നേറ്റത്തിന് എനിക്ക് ഇങ്ങനെ ഒരു പെയിന്റിംഗ് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇപ്പൊ പ്രതികൂല സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു, എന്നിട്ട് പോലും തുഴഞ്ഞു കയറി വന്നിട്ടുണ്ടായിരുന്നു. അതന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്കൊക്കെ എത്രമാത്രം ഇൻസ്പിറേഷനാണ്. എനിക്കിനിയും കൂടുതൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മറികടക്കാൻ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഓർത്താൽ തന്നെ മതിയല്ലോ. എല്ലാത്തിനും കരുത്തായി എന്നും കൂടെ നിൽക്കുന്ന ഭാര്യ ജാസ്മിൻ. കല്യാണം കഴിഞ്ഞ് 20 കൊല്ലം ആവാനായി. ഞാൻ കേട്ടതെന്ന് പറഞ്ഞാല് ബൈക്ക് സ്റ്റണ്ട് എല്ലാം ചെയ്യൂന്ന് അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനെയും കൂട്ടിയിട്ട് ഇവർ 80 സ്പീഡിലെല്ലാം പോകുമ്പോൾ എന്റെ ബന്ധുക്കളെല്ലാം പറയലുണ്ട്, ഓളെ പേടിപ്പിക്കല്ലേ, നീ ബൈക്കിൽ ആദ്യമായിട്ട് കയറുന്നതാണ്, അപ്പം ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം. എന്റെ മൂത്ത മോളിയും ഇവർ 4 മാസം ഉണ്ടാകുമ്പോൾ ബൈക്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കിടത്തിയിട്ട് തിളമ്പില്ലോ വെച്ചിട്ട് കൊണ്ടുപോകും. നാട്ടിലുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് പറയും, നീ എന്തിനാ കുഞ്ഞിനെ ഓന്റെ കയ്യിൽ കൊടുക്കുന്നത്? ഒന്നാമത് ഇവർ ബൈക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് അടുത്ത നാട്ടുകാർക്ക് അറിയാം. അപ്പം ഒരു എല്ലാ സേഫ്റ്റി നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സേഫ്റ്റി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് എല്ലാം നിൽക്കുന്നത്. ഉപ്പ ഒരു ധൈര്യശാലി ആയതുകൊണ്ട് നമുക്കൊരു പേടിയില്ലാന്ന് പറയാം. സൈഡ് സപ്പോർട്ട് ചെയ്തു കൊടുക്കും, അത്ര തന്നെ. ഇതുവരെ എന്ന് പറഞ്ഞാൽ മോളെ കൂടെ ഒരു സേഫ്റ്റിക്ക് പോയി എന്നല്ലാണ്ട് സ്വന്തം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ടാണ്. അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പഴം വെള്ളം എല്ലാം കരുതിയതാണ്. പക്ഷെ എന്താന്ന് പറയാ, ഒരു വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ഫ്രൂട്ടൊന്നും അങ്ങനെ കഴിക്കാൻ നിന്നിട്ടില്ല. എനർജി നല്ലോണം വേണ്ടതല്ലേ. ജീവൻ ഉള്ളിടത്തോളം സാഹസികത ചെയ്തുകൊണ്ടുണ്ടാവുന്നില്ല, ഒരു പ്രകൃതാണ്. സാഹസികതയുടെ കിങ് ആയ റഫീഖ് എൻഡിയിലിന്റെ സാഹസിക കയാക്കിംഗ് ആണ് ജാലകത്തിൽ ഇതുവരെ കേട്ടത്. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ കെ മുബീന.